ആരൂരുമില്ലാത്ത പാവപ്പെട്ട ഭവനരഹിതരായ കുടുംബങ്ങളെ ചേർത്ത് നിർത്തി അമേരിക്കൻ മലയാളികളായ ദമ്പതികൾ. വിധവകൾക്കും രോഗികൾക്കുമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം, അതിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഇന്നലെ പത്തനാപുരം താലൂക്കിലെ തലവൂരിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ജോസ് പുന്നൂസും ഭാര്യ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ആലീസ് ജോസുമാണ് നിർധനരായ വിധവകൾക്കും രോഗികൾക്കുമായി മനോഹരമായ 5 വീടുകൾ നിർമ്മിച്ചത്. വീടുകളുടെ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും താക്കോൽദാനവും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നിർവഹിച്ചു. ഓർമ്മ വില്ലേജ്, നല്ല ഓർമ്മകൾ, ജീവിതത്തിലെ നല്ല ഓർമ്മകൾ. ഒരുപാട് അധ്വാനിച്ച് ഇന്ത്യയിൽ ആർമിയിൽ ജോലി ചെയ്യും, അതിനുശേഷം ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയി അനേക വർഷം അവിടെ ജോലി ചെയ്തും ഒക്കെ തങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു നല്ലൊരു അംശം സ്നേഹത്തോടെ പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. കൊല്ലം പത്തനാപുരം തലവൂർ പാണ്ടിത്തിട്ടയിൽ നടന്ന ചടങ്ങിൽ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയായി. ഈ മനോഹരമായ ഗ്രാമത്തിൽ ഇത്തരം ഒരു ഓർമ്മ വില്ലേജ് ഒരുക്കി കുറേ വീടില്ലാത്ത ഭവനരഹിതരായ പാവങ്ങൾക്ക് അത്താണിയാകാൻ അദ്ദേഹത്തിന് സന്മനസ്സുണ്ടായതിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ വഴി ചിന്തിക്കാൻ കഴിഞ്ഞതിലും, അതുപോലെ സാജ് ഗ്രൂപ്പിൻ്റെ MDക്കും അതുപോലെ അനിയൻ ജോർജിനും ഒക്കെ ഈ വഴിക്ക് ചിന്തിക്കുവാനും ഒക്കെ കഴിഞ്ഞതും അവർ കുറേ പണം ചെലവാക്കാൻ മനസ്സുണ്ടായതും ഒക്കെ വളരെ നല്ല കാര്യമാണ്. ഗായകൻ MG ശ്രീകുമാർ, സാജ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാജൻ വർഗീസ്, അമേരിക്കൻ മലയാളിയായ അനിയൻ ജോർജ്, ജ്യോതിഷ ഗവേഷകൻ ഹരി പത്തനാപുരം, ആശ്രയ ചെയർമാൻ കലയപുരം ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ 10 കുടുംബങ്ങളുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഇവർക്കും ഇവരുടെ ഫാമിലിക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ആദ്യഘട്ടത്തിൽ 5 വീടുകൾ നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അമേരിക്കൻ മലയാളികളുടെ സഹായത്തോടെ ദമ്പതികൾ 5 വീടുകൾ കൂടി നിർമ്മിച്ചു നൽകിയത്. 24 കൊല്ലം. നിരവധി പ്രമുഖർ പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു ഇന്നലെ അവിടെ തലവൂരിൽ നടന്നത്. എന്നെ ആകർഷിച്ച ഏറ്റവും വലിയ സംഭവം, സാധാരണ ഇത്തരം വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ വളരെ കോസ്റ്റ് കുറച്ച് ചെറിയ വീടുകളാണ് നിർമ്മിക്കുക. എന്നാൽ ഈ ജോസും ആലീസ് ദമ്പതികൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ള വീടുകൾ 10 വീടുകളും നല്ല സൂപ്പർ വീടുകളാണ്. ഇനി അടുത്ത ഘട്ടത്തിൽ അവർ 5 വീടുകൾ കൂടി നിർമ്മിക്കുന്നുണ്ട്. അപ്പം 15 വീടുകളാകും. എന്തായാലും ഇവരുടെ നല്ല മനസ്സിന് നന്ദി.